ശബരിമല സ്വർണ്ണക്കൊള്ള കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ സതീശൻ രണ്ടാമതും കോടതിയിൽ ഹാജരാകാതെ മുങ്ങി. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ 2 കോടിയുടെ മാനനഷ്ട കേസിൽ നടപടി കടുപ്പിച്ച് കോടതി. ഇനി സമയം നൽകാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സതീശനും UDFും ഊരാക്കുടുക്കിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ മാനനഷ്ട കേസിൽ 2ാം തവണയും കോടതിയിൽ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വഞ്ചിയൂർ സെക്കൻഡ് അഡീഷണൽ സബ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന ആരോപണത്തിനാണ് VD സതീശനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഉന്നയിച്ച ആരോപണത്തിന് തന്റെ പക്കൽ തെളിവുണ്ടെന്നും കോടതിയിൽ തെളിയിച്ചോളാമെന്നുമായിരുന്നു VD സതീശന്റെ ഇതുവരെയുള്ള വാദം. എന്നാൽ ഇതിനെതിരെ കോടതിയിൽ 2 കോടി രൂപ മാനനഷ്ടം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ പരാതി നൽകിയത്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണമെന്നും വക്കീൽ നോട്ടീസിൽ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ തവണ കേസ് പരിഗണിച്ചത് നവംബർ 20-നായിരുന്നുവെങ്കിലും VD സതീശിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ സമയം നീട്ടിച്ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഈ മാസം 25-ലേക്ക് നീട്ടി. എന്നാൽ ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ സമയം നീട്ടി നൽകണമെന്ന് VD സതീശിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും ഇങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ലെന്നും ഡിസംബർ 1-ലേക്ക് ഹർജി മാറ്റിവെച്ചതായും കോടതി അറിയിച്ചു. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ്. കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാം ആരാണ് കോടീശ്വരൻ എന്ന്. കേരളത്തിലുള്ള കോടീശ്വരൻ ഇത് മേടിക്കില്ല. കടകംപള്ളിയോട് ചോദിച്ചാൽ കൃത്യമായി അറിയാം എന്നായിരുന്നു സതീശൻ പറഞ്ഞത്. തനിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മാനസിക നില തെറ്റിയ ഒരാളുടേതാണെന്നും ആരോപണം VD സതീശൻ തെളിയിക്കണമെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി. രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്നും അല്ലെങ്കിൽ ആർക്കാണ് ഇടനിലക്കാരനായി നിന്നതെന്നും വ്യക്തമാക്കണമെന്നും കടകംപള്ളി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ കെ ഫോണിലും എക്സാലോജി കേസിലും ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ VD സതീശൻ പരാജയം നേരിട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കോടതിയിൽ നിന്നുള്ള പരാമർശം പോലും വലിയ പ്രചാരണത്തിന് LDF ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ കേസ് ഇനി മാറ്റിവെക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞതും പ്രതിപക്ഷ നേതാവിന് കുരുക്കാകും. തെളിവുണ്ടെന്ന് പറയുകയല്ലാതെ അഭിഭാഷകന്റെ പക്കൽ കൊടുത്തുവിടാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വിടുവായുത്തം തിരഞ്ഞെടുപ്പ് വേളയിൽ UDFന് കനത്ത തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.